ക്യാൻസർ ബാധിതയായ രേണുസുതിയെ കാണാനും സഹായിക്കാനും വിവരങ്ങൾ കണ്ടും കേട്ടും നാനാ ഭാഗത്തു നിന്നും ആളുകൾ ഒരുപാട് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ കിച്ചു മാത്രം വരുന്നില്ല. രേണുവിന് രോഗം സ്ഥിരീകരിക്കുമെന്ന് പ്രചരിച്ചപ്പോൾ തന്നെ മുതൽ രേണുവിനെ കാണാൻ പോകുമെന്ന് ആരാധകർ കിച്ചുവിനെ ഉപദേശിച്ചു. നിരന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് കമന്റുകളും ഉയർന്നോടെ കിച്ചു കഴിഞ്ഞ ദിവസം രേണുവിനെയും കുടുംബത്തെയും കാണാൻ ചെന്നുവത്രേ. ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. സ്വന്തം യൂട്യൂബും ഇൻസ്റ്റയും ഫേസ്ബുക്കും റീച്ചാക്കാൻ വേണ്ടി വിക്ടിം പ്ലേ കളിച്ചതാണ് കിച്ചു എന്ന ഫേസ്ബുക്ക് യൂട്യൂബർ കുറിക്കുകയാണ്. ആ കുറിപ്പ് എങ്ങനെയായിരുന്നു: അമ്മ ഉപേക്ഷിച്ചു പോയ കൈക്കുഞ്ഞിനെ സ്റ്റേജിന്റെ പിറകിൽ വരെ കിടത്തി കൊല്ലം സുധി വളർത്തിയെടുത്ത കാര്യങ്ങൾ പറയുമ്പോൾ കൂടെ രേണുവും ഉണ്ടായിരുന്നു. പ്രസവിച്ച മകനില്ലെങ്കിലും സ്വന്തം കാലിൽ കിടന്ന് വളർന്ന കിച്ചുവിനെ നോക്കാനുള്ളതാണ്. എന്നിട്ടും അവന്റെ യൂട്യൂബും ഇൻസ്റ്റയും ഫേസ്ബുക്കും റീച്ചാക്കാൻ വേണ്ടി സ്വയം വിക്ടിം പ്ലേ കളിച്ചു. രേണുവിനെ സമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറി കൊടുത്തു. പേജുകൾ വളർത്തിയെടുത്തു. സഹതാപ വേട്ടകളെല്ലാം തന്നെ ഒരുപാട് വന്നു. അപ്പോഴും രേണു ഒന്നും വേണ്ടിയില്ല. രേണുവിന് കീമോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും ആരും പറയാതെ തന്നെ പോയി കാണണം എന്ന് വിചാരിച്ചു. അവന്റെ വീഡിയോയ്ക്ക് താഴെ അമ്മയെ പോയി കാണൂ എന്ന കമന്റുകൾ കുമിഞ്ഞുകൂടിയപ്പോൾ കഴിഞ്ഞ ദിവസം അവനൊരു വീഡിയോ ഇട്ടു. അതിങ്ങനെയാണ്: അപ്പോൾ എന്തെങ്കിലും പോകാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരൊക്കെ തന്നെ അങ്ങോട്ടും മാറ്റി നിർത്തി തീരട്ടെ. കൊല്ലം സുധി കഷ്ടപ്പെട്ട് വളർത്തിയ മകനാണ് രാഹുൽ. സ്വന്തം മകനില്ലെങ്കിലും അവനെ ഈ നിലയിൽ എത്തിക്കാൻ രേണുവും ഒരുപാട് നോക്കി കഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ രേണുവിന് കീമോ തെറാപ്പി ആരംഭിച്ച സാഹചര്യത്തിൽ ആളുകൾ പറഞ്ഞിട്ടല്ല, സ്വന്തം ഉത്തരവാദിത്വത്തോടെ അവരെ പോയി കാണണമെന്നായിരുന്നു കിച്ചു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആളുകളുടെ മനസ്സിൽ കിച്ചുവിന് വലിയ വാല്യൂ കൂടിയേനെ. സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി സ്വന്തം നിലപാടുകൾ മാറ്റുന്നതും വന്ന വഴി മറക്കുന്നതും ശരിയല്ല. എത്ര വളർന്നാലും നമ്മൾ സ്നേഹിച്ചവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നതിലാണ് കാര്യം. ഒരാളുടെ മോശം അവസ്ഥയിൽ ചേർത്ത് പിടിക്കാൻ യഥാർത്ഥ സ്നേഹമുള്ളവർ ചെയ്യും. ഇങ്ങനെയെങ്കിലും രേണു അമ്മയെയും അനിയനെയും കിച്ചു ചേർത്ത് പിടിക്കണമെന്നായിരുന്നു കുറിപ്പ്. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു. കിച്ചുവിനെ മുൻപ് വളരെയധികം ഇഷ്ടമായിരുന്നു. ഇപ്പോൾ വലിയ രൂപത്തിലുള്ള ആളായി മാറി. അതിനുശേഷം രേണുവിനെ അവൻ മറന്നു. കൊല്ലം സുധിയെ വെച്ചല്ല ഈ രേണു വിക്ടിം കാർഡ് കളിച്ചിറക്കിയത്. ചുളുവിൽ ഫെയിം ആയതല്ലേ, അത് തന്നെ ഇപ്പോൾ കിച്ചുവും ചെയ്തപ്പോൾ ഈക്വലായി. കിച്ചു നല്ല മോൻ തന്നെയാണ്. അവൻ വരാത്തതിലുള്ള പരിഭവം രേണു സോഷ്യൽ മീഡിയയിൽ പറയാതെ രണ്ടുപേരും പരസ്പരം ഫോൺ വിളിച്ച് സംസാരിച്ച് തീർത്താൽ മതിയായിരുന്നു. എങ്കിൽ ഈ പ്രശ്നം ഇത്രത്തോളം വഷളാകില്ലായിരുന്നു. കിച്ചു നല്ല പയ്യൻ തന്നെയാണ്. രേണുവാണ് അവനെ ഇങ്ങനെ ആക്കിയെടുത്തത്. രേണുവിന്റെ മുൻകാല പ്രവർത്തികളാണ് അവനെ ഈ നിലയിൽ എത്തിച്ചത് എന്നെങ്ങനെ നിങ്ങളുടെ പോസ്റ്റിന് ലഭിച്ച കമന്റുകൾ. ചികിത്സ ആരംഭിച്ച ശേഷം അതികഠിനമായ അവസ്ഥയിലൂടെയാണ് രേണുവും കടന്നു പോകുന്നത്. എന്നിരുന്നാലും നിങ്ങൾക്ക് രേണുസുധിയെ പറ്റിയും കിച്ചുവിനെ പറ്റിയും എന്താണ് അഭിപ്രായമെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.